നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. ഒരു കൃഷ്ണ തുളസി കതിരുമായെന്നും ഞാൻ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ, നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 113 പവേർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ ഇന്നത്തെ വളരെ മനോഹരമായ സംഗീത സാന്ദ്രമായ എപ്പിസോഡിലേക്ക് എല്ലാ മനി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പാടുന്ന നടന്മാരിൽ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പാടുന്ന ഒരാളാണ് അശോകേട്ടൻ. മനോജ് കെ ജയൻ വന്നപ്പോഴും നീയാണുടാ അലവലാതി ഷാജി. 500-ലധികം പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ചേട്ടൻ. അതിന്റെ ആവശ്യമില്ല, പക്ഷെ റെഡ് ബ്ലഡ് ബാഡ് ബ്ലഡ്. റെഡ് ബ്ലഡ് ബാഡ് ബ്ലഡ്. റെഡ് ബ്ലഡ് ബാഡ് ബ്ലഡ്. കറക്റ്റ്. ചേട്ടൻ ഉറങ്ങിയിട്ട് ഒന്ന് പറയോ? ജയറാം എന്ന നടനിൽ രാജസേനന് ഇഷ്ടമില്ലാത്ത സ്വഭാവം. കുറച്ച് ഈഗോ ഉണ്ട്. സംഗീതമയമുള്ള എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാരുടെ മുഖം ഒന്ന് കാണിച്ചാൽ എന്താ ഒരു സന്തോഷം. ഒരുപാട് വർഷങ്ങൾ രണ്ടുപേരും, ഒരാൾ അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരാൾ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ, രണ്ടുപേരും കിങ് ആണ്. ഒരു വർഷത്തിൽ തന്നെയാണ് രണ്ടുപേരും പരിചയപ്പെട്ടതെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ വന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി രണ്ടുപേരെയും ഒന്നിച്ച് വിളിക്കുകയാണ്. നമ്മുടെ പ്രിയ സംവിധായകൻ രാജസേനൻ, പ്രിയ നടൻ അശോകൻ. രണ്ടുപേരെയും സ്വാഗതം ചെയ്യാം. അശോകേട്ടൻ ആൻഡ് രാജസേനൻ സാർ. ഒരാളെ ചേട്ടാന്ന് ഒരാളെ സാറേന്ന് വിളിച്ചു പോയി. ആദ്യം തൊട്ട് അങ്ങനെ വിളിച്ചു പോയതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ രണ്ടുപേരെ സാറേന്ന് വിളിക്കും, രണ്ടുപേരെ ചേട്ടാന്ന് വിളിക്കണോ? ഒരാളെ സാറേ ഒരാളെ ചേട്ടൻ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വിളിക്കാം. എനിക്ക് ചേട്ടാന്ന് വിളിക്കുന്നതിലാണ് താല്പര്യം. അങ്ങോട്ട് അപ്പൊ അനിയ ഒരു അനിയാന്ന് എങ്ങനെ അശോക്, ശരിക്കും പറഞ്ഞാൽ എന്റെ സമപ്രായമായിട്ട് ഇപ്പൊ തോന്നത്തുള്ളൂ, എന്നെക്കാൾ ഇളയതായിട്ടേ തോന്നുന്നുള്ളൂ. എന്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാം. ഞാൻ ഒരുപാട് എല്ലാവരോടും സംസാരിക്കുകയും പുകഴ്ത്തി പറയുന്ന കൂട്ടത്തിലാണെന്ന് അറിയാം. ഒരിക്കലും അല്ല. മറ്റുള്ളവർക്ക് അസൂയ തോന്നിപ്പിക്കും രീതിയിലുള്ള ഒരു സൗന്ദര്യ ധാമങ്ങളാണ് രണ്ടുപേരും. പിന്നെ വേറൊരു കാര്യം, സൗന്ദര്യമൊക്കെ പിന്നീട് വന്ന കാര്യം. ഇവർക്ക് ഇനി ദൈവം സൗന്ദര്യം കൊടുത്തില്ല എന്ന് വെച്ചാൽ തന്നെ ഇദ്ദേഹം ലോകം കണ്ട മികച്ച ഡയറക്ടർ ആവുകയും ചെയ്യും, ഇദ്ദേഹം ലോകം കണ്ട മികച്ച അഭിനേതാവ് ആവുകയും ചെയ്യും. ശരിയാണെങ്കിൽ കൈയടിക്കുക, കൈ തട്ടുക. 4 പേരുണ്ട് നമുക്ക് എപ്പോഴും കൈയടിക്കാൻ. ഒരിക്കലും അതായത് അത് ദൈവം തന്ന ജന്മസിദ്ധമായ അനുഗ്രഹമാണ്. ആദ്യം അശോകേട്ടനിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ എത്രയെത്രയോ പടങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നു. അമരം, തൂവാനത്തുമ്പികൾ, ഉള്ളടക്കം. ആദ്യം വന്ന പടം എന്ന് പറഞ്ഞിരുന്നില്ല, പത്മരാജൻ സാറിൻ്റെ പെരുവഴി അമ്പലം എന്ന ചിത്രത്തിലൂടെയാണ് വന്നത്. സെയിം വർഷം തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു. രണ്ടുപേരും ഒരു വർഷമാണോ സിനിമയിലോട്ട് വരുന്നത്? അല്ല, സിനിമയിൽ ഞാൻ അശോകനെക്കാളും കുറച്ചുകൂടെ നേരത്തെ വന്നു. പക്ഷേ അശോകൻ ആക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പടം ചെയ്യുന്നത്. അശോകൻ 83-ൽ ആക്ട് ചെയ്തു അല്ലേ? 78 പെരുവഴി അമ്പലം 15 വയസ്സുള്ള പയ്യനായിട്ട്. അല്ല, അപ്പൊ 78 ഞാൻ സിനിമയിലേ വന്നിട്ടില്ല, പഠിക്കാൻ പോലും പ്രായത്തിൽ. അതെ, ഞാൻ 79-ലാണ് സിനിമ പഠിക്കാൻ വേണ്ടി ചെന്നൈയിൽ വരുന്നത്. അവിടെ 78-ൽ തുടങ്ങി. രണ്ടുപേരും ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു ഒരു പക്ഷേ ആദ്യത്തെ സംഗമം എന്ന് എനിക്ക് തോന്നുന്നു. 83 ഒരുപാട് വർഷങ്ങളുടെ ഓർമ്മകളെ ചുമ്മാ ഒന്ന് പാടിയാലോ? കൈവള ചാർത്തി വരൂ വിമുഖമീ ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു.
കൈവള ചാർത്തി വരൂ വിമുഖമേ. 1-1-3 നമുക്ക് ശോകാന്ത ഒരു രംഗമല്ല ഇവിടെ വേണ്ടത്. ഇവിടെ സന്തോഷത്തിന്റെ അമ്മിട്ട് പൊട്ടുകയാണ്, പൂത്തിരി പൊട്ടുകയാണ് അല്ലെ. എന്തായാലും രണ്ടുപേരും ഉഗ്രനായിട്ട് പാടുന്നുള്ള ഒരുപാട് പ്രോഗ്രാംസിലൂടെയൊക്കെ സ്റ്റേജ് ഷോസിലൂടെയൊക്കെ നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ പാട്ടുകളും ഇടയ്ക്ക് ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കധികം സംസാരിക്കേണ്ടി വരുന്നില്ല. നിങ്ങളുടെ പാട്ടുകളൊക്കെ അല്ല, ഇതുവരെ നിങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അത് എന്നിൽ നിന്നുണ്ടാവും. അതുകൊണ്ട് അറ്റാക്ക് ചെയ്ത് സംസാരിക്കുക എന്ന് മാത്രമേ ഞാൻ രണ്ടുപേരോട് പറയുന്നത്. അപ്പൊ ഒരു രസകരമായ ഒരു ശോകാന്തരീക്ഷമൊക്കെ മാറ്റാൻ വേണ്ടി ഒരു കുസൃതി ഞാൻ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പോവുകയാണ്. ഒരു വികൃതി. പേടിക്കണ്ട, ബോഡി ടച്ചിങ് ഒന്നും ഉണ്ടാവില്ല. വെറുതെ ഈസി ആയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു അധികം ചിന്തിക്കേണ്ട സംഭവം ഒന്നും അല്ല ഇത് ഇങ്ങനെയൊക്കെ ഒരു രസകരമായ ഒരു ഫണ്ണി എലമെന്റ്സ് ഉള്ള ഫണ്ണി ഉണ്ടാവും, ഒരു പണി ഉണ്ടാവും. ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ ചെയ്യുമോ? എന്നെ എത്രയും നാളുകളായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ കാണുമ്പോഴും വളരെ സൗഹൃദപരമായി പോകുന്ന ആൾക്കാരല്ലേ. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ചോദിക്കുകയാണ്. മലയാളത്തില് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡിൽ പറയാൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് പറ്റൂല്ലോ എന്നോ, കാരണം എനിക്ക് തന്നെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ സ്പീഡിൽ പറയുന്ന 5 പ്രാവശ്യം പറയുന്ന ആൾക്ക് ഒരു സമ്മാനം കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. റെഡ് ബ്ലഡ് ബാഡ് ബ്ലഡ്. ഇത് വളരെ സ്പീഡിൽ പറയണം. വേണം പ്രാക്ടീസ് ചെയ്തോ. റെഡ് ബ്ലഡ് ബാഡ് ബ്ലഡ്. റെഡി? റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. റെഡ് ബ്ലഡ് ബ്ലാക്ക് ബ്ലഡ്. തെറ്റിപ്പോയി. രണ്ടാമത്തെ പ്രാവശ്യം. റെഡ് ബ്ലഡ് ബ്ലാക്ക് ബ്ലഡ്. ബ്ലാക്ക് അല്ല, ബാഡ് ബ്ലഡ്. BAD. മൂന്നാമത്തെ പ്രാവശ്യം. റെഡ് ബ്ലഡ് പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പലതും ട്രൈ ചെയ്യിപ്പിച്ചുണ്ട്. പക്ഷെ പലതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാര്യമാണ്. അശോകേട്ടൻ ഇവിടെ ജയിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. റെഡ് ബ്ലഡ് ബാഡ് ബ്ലഡ്. റെഡി 1 2 3 സ്റ്റാർട്ട്. റെഡ് ബ്ലഡ് ബാഡ് ബ്ലഡ്. തെറ്റി വേണ്ട. ബാഡ്. റെഡി 1 2 സ്റ്റാർട്ട്. റെഡ് ബ്ലഡ് ബാഡ് ബ്ലഡ്. കറക്റ്റ്. നീ പറഞ്ഞോ. ചേട്ടൻ ഉറങ്ങിയിട്ട് ഒന്ന് പറയോ? 5 പ്രാവശ്യം പറയണം. ഇത് ഓക്കേ എന്നുള്ള സന്തോഷം. ഇത് ഓക്കേ. ഫസ്റ്റ് ടേക്ക് ഓക്കേ. റെഡ് ബ്ലഡ് ബാഡ് ബ്ലഡ്. റെഡ് ബ്ലഡ് ബാഡ് ബ്ലഡ്. മൂന്നായി. കൈ തട്ടുങ്കോ. ഇതിന് നമ്മൾ സമ്മാനം കൊടുക്കാണ്ടിരിക്കാൻ വയ്യ. ഞാൻ ഇപ്പൊ തന്നെ എടുത്തു. ഈ സിനിമയിൽ ഇത് ഡബ് ചെയ്തപ്പോൾ ഈ ഉച്ചാരണമൊന്നും കണ്ടില്ല. സമ്മാനം നിർവഹിക്കുന്ന രാജസേന സാർ തന്നെയായിരിക്കും. ഒന്നിച്ചിരി തിരിഞ്ഞു. മിസ്റ്റർ ബട്ട്ലേസിന് സമ്മാനം എടുത്തോണ്ട് വരാം. ഇങ്ങോട്ട് നിന്നു. നോക്കണം. മിസ്റ്റർ ബട്ട്ലേസിന്റെ സമ്മാനം പിന്നെ തരാന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ ഇദ്ദേഹം ഇത് കൊടുത്തു. എന്റെ ഒരു പുസ്തകമാണ് കേട്ടോ, കൊടുത്തു. ഇങ്ങനൊരു പണിയും കൂടെ ഉണ്ട്. ഒരുപാട് വായിക്കുന്ന ആളാന്ന് എനിക്കറിയാം അല്ലെ. ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞേ. അല്ല, വായിക്കുന്ന ഒരാളുടെ ഒരു പ്രകൃതി തോന്നുന്നുണ്ട്. തോന്നലായിരുന്നല്ലേ? ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞേ. ഇനി ഞാൻ ഉറങ്ങട്ടെ. PK ബാലകൃഷ്ണൻ. അത് ശരി, ഞാൻ തമാശ കളിയാക്കി. അപ്പൊ എന്തായാലും ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നല്ല, ഇനി നമ്മൾ ഉണരാൻ പോവുകയാണ്. എല്ലാവരും ഒരു ഉണർത്ത് ഏതെങ്കിലും ഒരു പാട്ട് പാടി അങ്ങോട്ട് നമുക്ക് സീറ്റിലോട്ട് പോയി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തിരുത്താൻ പോകുന്നത്. റിമി സാധാരണ ഇങ്ങനെ ചുരിദാറൊക്കെ ഇട്ട വേറൊരു രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ അതിമനോഹരമായ ഒരു മഞ്ഞ സാരിയെ കൊടുത്ത് ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഒരു മഞ്ഞക്കിളിയായിട്ട്. അപ്പൊ നമുക്കൊരു മഞ്ഞക്കിളിയുടെ അതാണോ? അതല്ല, വേറൊരു പാട്ട് നമുക്ക് മഞ്ഞണിക്കൊമ്പിൽ ഞങ്ങൾ പാടാം. ഞങ്ങൾ പാടുമ്പോൾ റമിയെ വർണ്ണിച്ചോണ്ടുള്ള പാട്ടാ. അപ്പൊ അങ്ങനെ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. റിമിയെ വർണ്ണിച്ചോണ്ടാകുമ്പോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം എല്ലാം കൊണ്ട് കറക്റ്റ്. നമുക്കൊന്ന് കള്ളം പറഞ്ഞു ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്നാലും പക്ഷെ നിങ്ങൾക്ക് വേറെ ആരും ഇല്ലല്ലോ ഇവിടെ. അതും എന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേമന്തം, ശ്രീലയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു
സുന്ദരീ ശില്പം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്ന് പവേർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ നമ്മുടെ പ്രിയ സംവിധായകൻ രാജസേനൻ, നമ്മുടെ പ്രിയ നടൻ അശോകേട്ടനുമായിട്ടുള്ള രസകരമായ ഒരു സൗഹൃദ സംഭാഷണത്തിലൂടെ നമുക്ക് കടക്കാം. ഒന്ന് ഊളിയിട്ട് പറക്കാം. രണ്ടുപേരെ പറ്റി പറയാനാണെങ്കിൽ ഹിറ്റുകൾ ഞങ്ങൾക്കൊരു പുത്തിരി അല്ല എന്ന് ജനങ്ങൾ വാഴ്ത്തിപ്പാടിയ രണ്ടുപേരാണ്. എന്ന് വെച്ചാൽ അത്ര ചെയ്യുന്നതെല്ലാം അശോകേട്ടനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഗൂഗിളിൽ എടുത്ത് നോക്കിയപ്പോൾ 500-ലധികം പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ചേട്ടന്. അതിന്റെ ആവശ്യമില്ല, പക്ഷെ അതല്ല ഒരിക്കലല്ല, 1000 പടം ചെയ്തതിന് തുല്യമാണ് ചേട്ടൻ ചെയ്തേക്കുന്ന ഒരു മിനിമം 10 പടങ്ങൾ. പറഞ്ഞു വരുന്നില്ല, അത്രയും എന്നും മലയാളികൾ ഓർക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തു ചേട്ടൻ. അതുപോലെ രാജസേന സാർ പറമ്പിൽ ആൺവീട്, ആദ്യത്തെ കൺമണി, ഞങ്ങൾ സന്തുഷ്ടരാണ്, എന്തോരം പടങ്ങൾ അല്ലേ. 200 ദിവസവും 100 ദിവസവും കഴിഞ്ഞ് അതിന്റെ ആ പടത്തിന്റെ ആഘോഷവും കാര്യങ്ങളും, അത്രയും ആ ഒരു രാജകീയ പദവി ശരിക്കും രണ്ടുപേരും ആഘോഷിച്ചു. എന്നിട്ട് ബാക്കി എന്താന്നാണ് ഇപ്പൊ നിങ്ങൾ എന്നിൽ നിന്ന് വരുന്ന ചോദ്യം. സംവിധായകന്മാരിൽ ഏറ്റവും സുന്ദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറഞ്ഞിട്ടുണ്ടോ? അതിനെ സാറ് എതിർക്കുന്നുണ്ടോ? അത് ശരിയാണെന്ന് വെക്കുന്നുണ്ടോ? ഏതോ വിദേശത്തൊക്കെ ജനിച്ചു വന്ന ഒരു സായിപ്പ് മലയാളിയായ പോലെയാണ് ശരിക്കും രാജസേന സാറിനെ. ഇവിടെ ജനിച്ച സായിപ്പാണ്, ഇവിടെ ജനിച്ച ഒരു സായിപ്പ്. അതേപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ മുടി ഭയങ്കര ഒരു ആകർഷണീയത തന്നെ. എടുത്ത് മാറ്റട്ടെ? വേണ്ട, എടുത്ത് മാറ്റണ്ടേ. അല്ല നമുക്ക് മാത്രമേ പ്രഷർ. അയ്യോ സോറി, നിങ്ങളത് എടുത്തോ. എന്നാൽ ഞാനൊരു കാര്യം പറയാട്ടോ, ഞങ്ങൾ ചുമ്മാ വിഗാണെന്നൊക്കെ പറഞ്ഞോളൂ. ഇത് 1.5 ഒരു 916 മുടി തന്നെയാണ്. എത്രയൊക്കെ ഇളക്കി വലിച്ചു വേണമെന്ന് പഠിച്ചു നോക്കിയാലും ഒരിക്കലും ഇളകാത്ത മുടി തന്നെയാണ്. പക്ഷേ റമി, ഇപ്പൊ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഒറിജിനലിനെക്കാളും മനോഹരമായിട്ട് തോന്നുന്ന വിഗ് വെച്ച് ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അത് കാരണം ഒറിജിനൽ മുടിക്ക് ഇപ്പൊ വലിയ വാല്യൂ ഒന്നും ഇല്ല. വിഗ് എങ്ങനെയും നമുക്ക് മനസ്സിലാവും, എവിടുന്ന് ഏതെങ്കിലും സൈഡിൽ നിന്ന് ഞാനൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. ജയറാമേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ ഞാൻ ഈ സിനിമകളിലൊക്കെ തന്നെ ജയറാമേട്ടന്റെ പേര് കയറി വരുന്നുണ്ട്. അത്രയ്ക്കും ഒരു ഈ ഡയറക്ടറുമായിട്ടുള്ള നമുക്കൊരു അടുപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഒരു പക്ഷേ, അല്ലെങ്കിൽ സഹപ്രവർത്തകരായിട്ട് അടുപ്പമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഒരു പക്ഷേ റിസൾട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ് ഏട്ടാ? തീർച്ചയായിട്ടും. ഇപ്പം അങ്ങനെ തോന്നാറില്ലേ ചില ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ? ഭയങ്കര ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ രാജസേൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ പ്രത്യേകത ഞാൻ കണ്ടത്, ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങുകയാണെങ്കിൽ ആദ്യം റോമിയോ, പിന്നെ ഇവിടെ കല്യാണം. അപ്പം വർഷങ്ങൾ ശേഷങ്ങൾ അഭിനയിക്കുകയാണ്. അപ്പം ഇത് ഞാൻ പറയുന്ന കാര്യം കറക്റ്റ്, വളരെ പങ്ക്ച്വലാണ്. 6 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുക്കും. ഫസ്റ്റ് ഷോട്ട് എടുത്ത് കഴിയുന്ന ഒരു സീൻ എടുത്തിട്ട് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അത് ആ കറക്റ്റ് ചാർട്ട്. അല്ല, പക്ഷേ ഈ അശോകൻ പറഞ്ഞതൊക്കെ ഒരു ഡയറക്ടറെ പ്ലസ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഡയറക്ടേഴ്സിന്റെ മൈനസ് ആയി കാണുന്നത്. കാരണം ഈ പുതിയ തലമുറയൊന്നും രാവിലെ എണീറ്റ് വരത്തില്ല. അപ്പൊ രാജസേനൻ ഡേറ്റ് ചോദിച്ചപ്പോൾ അയ്യോ അയാൾക്ക് ഡേറ്റ് കൊടുത്താൽ ശരിയാവത്തില്ല, അയാൾ വെളുപ്പം കാലത്ത് ഷൂട്ടിംഗ് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒരു കാര്യത്തിലൂടെ ഹീറോസ് ആക്കി അല്ലെങ്കിൽ വളർത്തി വലുതാക്കി ഒരുപാട് സൂപ്പർ സ്റ്റാർസ് എല്ലാവരും ഉണ്ട്, ഒത്തിരി നായകന്മാരെ വെച്ചു. ഒരു പക്ഷേ ഞാനിപ്പോൾ എവിടെയോ വായിച്ച് കേട്ടതാണ്, ആ ഹീറോസ് എന്തെങ്കിലും വല്ല ഇപ്പം വിളിച്ചപ്പോൾ ഏറ്റവും പുതിയ പടത്തിൽ വിളിച്ചപ്പോൾ ഒരു പക്ഷേ മുറുക്കാങ്കടയല്ലേ? എനിക്കറിയത്തില്ല. അതങ്ങനെയൊന്നുമല്ല. അത് ഒരു മീഡിയയുടെ ഒരു ക്രിയേഷനാണ്. അതായത് ഞാൻ പറയുന്ന വാക്കെന്ന് പറയുന്നത്, ഈ തലമുറയിലെ പിള്ളേരുടെ ആക്ടേഴ്സിൻ്റെയൊക്കെ പെരുമാറ്റം കണ്ടാൽ ഞങ്ങളെ പോലെയുള്ളവർ പോയി മുറുക്കാങ്കട തുടങ്ങേണ്ടുന്ന ഒരു അവസ്ഥയാണ് എന്നാണ്. പക്ഷേ രാജസേനോട് പുതിയ തലമുറയിലെ ഏതോ നടൻ പോയി മുറുക്കാങ്കട തുടങ്ങാൻ പറഞ്ഞു എന്ന് ആയിപ്പോയി വാർത്ത വന്നപ്പോൾ. മനസ്സിലായില്ലേ? അത് പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ക്ലിയർ ചെയ്തായിരുന്നു. വന്ന വാർത്ത മനോരമയിൽ തന്നെയാണ് വാർത്ത വന്നത്. ആ വാർത്ത അങ്ങനെ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇതാണ് വാർത്ത, ഹെഡിങ് നോക്കരുത്, ഇതാണ് വാർത്ത. അന്നത്തെ സുഹൃത്തുക്കളൊക്കെ തന്നെ നിങ്ങൾ ഇപ്പോഴും നല്ല ഇതായിട്ട് തന്നെ പോകുന്നു അല്ലേ? കുഴപ്പമില്ല. ഞാൻ ആരോടും പോയി ഇങ്ങനെ ഡേറ്റ് തരണമെന്നും പറഞ്ഞ് യാചിക്കാറില്ല. പണ്ട് യാചിച്ചിട്ടില്ല. സൗഹൃദത്തിന്റെ പേരിലാണ് സിനിമകളെല്ലാം ചെയ്തിരുന്നത്. ഇപ്പൊ ആ സൗഹൃദത്തിന് എവിടെയോ ഒരു പോറൽ സംഭവിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയോ. എല്ലാവരും ബിസിനസ് മാത്രം നോക്കി പോകുന്ന ഒരു കാലഘട്ടം. അപ്പം ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആരും വന്നില്ല, നമ്മൾ കയറി അഭിനയിച്ച് തകർത്തിരിക്കും, അത്രേ ഉള്ളൂ. സൗഹൃദത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നും സൗഹൃദത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് നമ്മൾ എത്ര ആശം കണ്ടാലും മടുക്കാത്ത സിനിമയാണ് ഇൻഹരി ഹർനഗർ. അതിന്റെ പല പാർട്സ് ഇറങ്ങി അതിപ്പോൾ വീണ്ടും നിങ്ങൾ ആ 5 പേര് തന്നെ ആ
18ന്റെ ചുരുക്കോടെ പല സ്ഥലത്ത് ഇനാഗ്രേഷന് പോകുന്നു. 4 പേര് ഇനാഗ്രേഷന് പോകുന്നു. പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ ഇൻഹരികർ ടീം ഉദ്ഘാടനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും പോസ്റ്റർ കാണാം. ആ ഒരു സൗഹൃദം ഇവിടെ ഇപ്പോഴും സൂക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, അശോക് ഏട്ടൻ, സിദ്ദിഖ് ഏട്ടൻ, ശരിയാണോ ഇല്ലയോ? ഈ സൗഹൃദം അങ്ങനെ തോന്നലുണ്ടാക്കുന്നത് തന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതാണ് ഈ 4 പേർക്കും ഉള്ള ഒരു പ്ലസ് പോയിന്റ്. ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഉറങ്ങുന്നതും ആഹാരം കഴിക്കുന്നതൊക്കെ ഒരുമിച്ചാണോ ചോദിക്കാറുണ്ട്. അത് പക്ഷെ ഒരിക്കലും അല്ലല്ലോ, അതങ്ങനെ പറ്റുമത്. ആ സിനിമ ഉണ്ടാക്കിയ ഒരു ഇമേജ്, ഒരു ഇമ്പാക്ട് അത്രത്തോളം ആയിരുന്നു. അതാണ് ആക്ച്വലി അങ്ങനെയൊന്നുമില്ല. ഇത് കുസൃതി ചോദ്യമല്ല, കുറച്ച് ചിന്തിച്ച് പറയേണ്ട കാര്യങ്ങൾ തന്നെ. പക്ഷെ അധികം ജനറൽ നോളജ് സംബന്ധമായ ക്വിസ് റൗണ്ട് അല്ല. ഇത് രസകരമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇൻ ഹരിഹർ നഗർ സിനിമയിലെ 4 സംഘത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളത് ആർക്കാണ്? ഞാനാണെന്ന് പറയില്ല. ആ ഉത്തരം ഞാൻ പറയാം. മുകേഷ്. ആണോ? ഒരുപാട് കഥയും കാര്യങ്ങളൊക്കെ ഓർത്ത് 4 പേരിൽ ഒരു സീനിയോറിറ്റിയും കാര്യങ്ങളും അയാളുടെ ഒരു തീരുമാനം. ശരി, അടുത്ത ചോദ്യം. മേലെപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമ ഇന്ന് ചെയ്യുകയാണെങ്കിൽ ആരൊക്കെയായിരിക്കും അഭിനയിക്കുന്നത്? ന്യൂ ജനറേഷൻ താരങ്ങൾ പറയുകയാണെങ്കിൽ. അതിനകത്ത് അങ്ങനെ ഒരു സിനിമ ഇനിയിപ്പോൾ ചിന്തിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രധാന കാരണം അതിന് യോജിച്ച ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഇല്ല. എന്നാലും ജയറാമേട്ടന് പകരം വെക്കാൻ ആരുമില്ല. എന്നാലും ചുമ്മാ ഒരു രസത്തിന് ചോദിക്കും ഇപ്പോഴത്തെ പുതിയ താരങ്ങളിൽ. വേണ്ടി വന്നാൽ ക്യാരക്ടറിൻ്റെ ടോൺ ഒന്ന് മാറ്റിയിട്ട് പൃഥ്വിരാജിനെ കൊണ്ട് ചെയ്യിക്കാം. ശരി, സംവിധായകന്റെ ബുദ്ധി. എന്നാലും രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ല. പൃഥ്വിരാജിന്റെ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട സിനിമയിലേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാവ്യ തലൈവൻ. കാണാത്തൊരു ഓടിപ്പോയി കാണുക. ഒരു മ്യൂസിക് സബ്ജക്റ്റ് ആണ്. നല്ല രസമായിട്ടുള്ള ഒരു സിനിമ, ഇപ്പൊ ഇറങ്ങിയ പടം. അടുത്ത ചോദ്യം. കെട്ടുവാണെങ്കിൽ ഇവളെ കെട്ടണം എന്ന് തോന്നിയ നായിക ഇല്ലെങ്കിൽ അത് നടനോടല്ലേ? അതെ, നടനോട്. നടനും ഡയറക്ടറിനും പറയാം കേട്ടോ. ഇഷ്ടപ്പെട്ട ചോദ്യം തോന്നുന്നത്. കെട്ടുവാണെങ്കിൽ ഇവളെ കെട്ടണം എന്ന് തോന്നിയ നായിക ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അങ്ങനെ തോന്നിയിട്ടില്ലെന്നാവും. എന്നല്ല, ആരോടും ചെറിയൊരു ഇഷ്ടം അഭിനയിക്കുമ്പോ തോന്നാം. അല്ല, ചേച്ചിക്ക് അറിയാം, ഭാര്യയ്ക്ക് അറിയാം. കാരണം ഇതൊക്കെ നമ്മൾ പരിപാടിക്ക് വേണ്ടി, തമാശക്ക് വേണ്ടി പറയുന്നതാണ്. ശരി, രാജസേന സാറിനോട് പെട്ടെന്ന് ചോദ്യം കൈമാറുന്നു. ഞാൻ വളരെ കുട്ടിക്കാലത്തൊരു സിനിമ ഉണ്ട്, കുമാരസംഭവം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അതിനകത്ത് മുരുകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നിങ്ങനെ അച്ഛനൊക്കെ പറഞ്ഞെന്നും കേട്ടായിരുന്നു. അന്ന് പോലെ എനിക്ക് ആ കൊച്ചിനോടൊരു പ്രേമം തോന്നിയായിരുന്നു. അത് ശ്രീദേവി. എത്ര വയസ്സില്? എനിക്കൊരു 10-12 വയസ്സൊക്കെ ഉള്ളു. ഭയങ്കര ക്യൂട്ട് ഫേസ് ആണ്. കുമാരസംഭവം കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അതൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് അന്ന് വലിയ പ്രേമമായിരുന്നു. പറഞ്ഞു കേട്ടു അല്ലേ? അന്നേ വിളവായിരുന്നു. ശരി, എന്നാലും അശോകേട്ടന് ഒരു വിളവ് തിന്ന അല്ല, എന്റെ കൂടെ അഭിനയിച്ച ഹീറോയിൻസ് എല്ലാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ അതായിരുന്നു പ്രശ്നം. ഒരാളായിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ചോദ്യം. ജയറാം എന്ന നടനിൽ രാജസേനന് ഇഷ്ടമില്ലാത്ത സ്വഭാവം. ജയറാമേട്ടൻ കേൾക്കണ്ട. എനിക്ക് ജയറാമിന്റെ പല സ്വഭാവങ്ങളും ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഈഗോ ഉണ്ട്, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഈഗോ ഉണ്ട്, അല്ലാതെ ബാക്കിയെല്ലാം നല്ലത്. ജയറാമിന് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട്. ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഒരു ഹോട്ടൽ റൂമിനൊക്കെ പരാതി പറയുകയോ, ഫുഡിന് പരാതി പറയുകയോ, സാമ്പത്തികമായിട്ടൊരു പടത്തിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഇന്നുവരെ ചെയ്ത് കേട്ടിട്ടില്ല. എൻ്റെ സിനിമകൾക്ക് ഒട്ടുമില്ല, മറ്റു സിനിമകൾക്കും ഇല്ല. കുറച്ച് ചെറിയൊരു ഈഗോ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ ഇഷ്യൂ. അത് ഞാൻ ഒന്നും ഇടപെട്ടിട്ടില്ല കേട്ടോ, ആരെന്ന് വിചാരിക്കരുത്. അത് പറയാം. അശോകൻ എന്ന നടന്റെ ഇതുവരെ ലോകം അറിയാത്ത കഴിവ്. അശോകൻ എന്ന നടന്റെ, അതാണ് അശോകൻ എന്ന വ്യക്തിയുടെ അല്ല, നടന്റെ ഇതുവരെ ലോകം അറിയാത്ത കഴിവ്. എന്തെങ്കിലും ചേട്ടന്റെ മനസ്സിലുണ്ടാവും, എനിക്ക് അത് വന്നിരുന്നെങ്കിൽ ഞാനിങ്ങനെ എന്ന് ചേട്ടന്റെ മനസ്സിനുള്ളിൽ തോന്നിയിട്ടുണ്ട്. അത് തുറന്നു പറയാട്ടാ. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ഇതുവരെ. ആ മിമിക്രിക്കാർ പറയുന്ന ഒരു സ്റ്റൈലുണ്ട്, അതുള്ളതാണോ ചേട്ടാ ശരിക്കും? അല്ലല്ല, മിമിക്രിക്കാർ നമ്മളെ ഒരുപാട് കൊല്ലുന്നു. ഒരുപാട് കൊല്ലുന്നത് എന്നെയും കൊല്ലുന്നു. അശോകനെ കുറിച്ച് ജയറാം എപ്പോഴും പറയാറുണ്ട്. ഞങ്ങളുടെ സെറ്റ് ചെയ്തുകൊണ്ട് പറയും. അപ്പോൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് ജയറാമിനോട് അശോകൻ പറയും, ഡേ ഞാൻ ഈ ഡയലോഗ് പറയുമ്പോൾ നീ എന്നെ ഒന്ന് നോക്കിയേക്കണേ എന്ന് പറയും. അപ്പോൾ ജയറാം പറഞ്ഞാൽ നോക്കിയേക്കാം പറയും. ടേക്കില് ജയറാം കിടന്ന് മരിച്ചു നോക്കും, അശോകൻ നോക്കത്തില്ല. ജയറാം 1 നോക്കും, 2 നോക്കും, അശോകൻ നോക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കഴിവില്ലെന്നാ പറയുന്നത് അല്ലേ? ഇല്ലെന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത്. ഞാൻ ആലോചിക്കും മിമിക്രിയിൽ ഈ സംഭവം എവിടുന്ന് വന്ന് അശോകൻ അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. അശോകൻ കണ്ണിങ്ങനെ ചെയ്തിട്ടുള്ള സാധനമുണ്ട്, കണ്ണിങ്ങനെ ആക്കിയിട്ടുള്ള. മുമ്പ് ചില പടങ്ങളിൽ അത് ഫാമിലി പിടിക്കുന്ന മുഴുക്കാതാണ്. അവിടെ പിടിക്കുകയാണ്.
അയ്യോ അത് വൈകില്ലല്ലോ കേട്ടോ ചേട്ടൻ്റെ, അത് ചേട്ടൻ്റെ ഐഡന്റിറ്റി അല്ല അതൊക്കെ. പണി നമ്പർ 1 2 3 എന്നിങ്ങനെ തന്നോണ്ടിരിക്കും. അടുത്ത ചോദ്യം, രാജസേനൻ സിനിമകളിലെ സുന്ദരി, ഇത് തന്നെയാണല്ലോ സാറിന്റെ അടുത്ത് ഇതേ ചോദ്യങ്ങൾ തന്നെ. എന്താണാവോ, എന്തെങ്കിലും വല്ല ഹിസ്റ്ററി അവർ അറിഞ്ഞിട്ടുണ്ടാവോ? രാജസേനൻ സിനിമകളിലെ ഏറ്റവും സുന്ദരികളായ നായികമാർ ഒരുപാട് പേര് ഉണ്ടായിരുന്നു. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്ന ഓർഡറിൽ പറയണം. അയ്യോ, ഇത് ഭയങ്കര കുഴപ്പമില്ല. ഒരു ശോഭന, ശോഭന നമ്പർ 1. പിന്നെ സുന്ദരി എന്ന് അങ്ങനെ വലുതായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ ഏത് പടമായിരുന്നു? ദില്ലി വാല രാജകുമാരൻ. ദില്ലി വാല രാജകുമാരൻ മഞ്ജുവിന്റെ രണ്ടാമത്തെ സിനിമയാണ് സലാമ സിനിമ. പിന്നെ സുന്ദരി മേനക. പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം എവിടെയാണ്, എന്തുകൊണ്ടാണ് തോമസ് കുട്ടി വിട്ടോട എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് മറ്റാരുടെയും പേര് പറയാതിരുന്നത്? ഒരു പ്രാസം നോക്കിയപ്പോൾ തോമസ് കുട്ടി വിട്ടോടാന്ന് കിട്ടുന്നുണ്ടായിരിക്കും. അതായിരിക്കും ഡയറക്ടർ ഉദ്ദേശിച്ചത്. അതെ, തോമസ് കുട്ടി വിട്ടോടാ. പിന്നെ മാത്രമല്ല മുഖം കണ്ടാൽ ഒരു ഓടാൻ പറ്റിയ മുഖമാണല്ലോ. ശരിക്കും കോളേജ് ലൈഫൊക്കെ ശരിക്കും ചേട്ടൻ നല്ല, എന്ന് വെച്ചാൽ ഒരു 20 വയസ്സൊക്കെ ശരിക്കും അങ്ങ് ചേട്ടൻ എൻജോയ് ചെയ്തു. അതൊക്കെ ഇപ്പോഴാലോചിച്ചാണ് വിഷമിക്കുന്നത്. അതാണ് വൈകി പോയത്. ഇത്തിരി അടിപൊളിയാകേണ്ടതായിരുന്നു, ചെത്തി മടക്കേണ്ടതായിരുന്നു, ഇപ്പൊ ആലോചിച്ച് വിഷമിക്കാറ്. പക്ഷെ ചേട്ടാ ഞാനൊരു ചുമ്മാ പറയല്ല, എന്തോ ഈ അടുത്ത കാലത്ത് എന്തോ ചെയ്തിട്ടുണ്ട്, സൗന്ദര്യം കൂടിയിട്ടുണ്ട്. അത് എനിക്കറിയാം. എന്താണ് അതിന്റെ രഹസ്യം ചേട്ടൻ തുറന്നു പറയാത്തടത്തോളം കാലം ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, ഈ പ്രോഗ്രാം വരുമ്പോഴേ ഞാൻ ആലോചിച്ചു റമി നമ്മളെ കൊല്ലും ഒരു ധാരണ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉള്ള പറഞ്ഞതാണ്, അത് ഉള്ള കാര്യം. ഒരു സിനിമ റീമേക്ക് ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഏത് സിനിമ തിരഞ്ഞെടുക്കും? എൻ്റെ സിനിമകളാണോ? അങ്ങനെയാവാം. എൻ്റെ സിനിമകൾ, പല സിനിമകൾ റീമേക്കിന് ഓഫർ വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. ഈ പറഞ്ഞ മേലെ പറമ്പിലാണ് വീട് തന്നെ. ഈ ഹിന്ദിയും തമിഴൊക്കെ വരുമായിരിക്കും അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, ഈ മലയാളത്തിൽ തന്നെ അത് ചെയ്യാൻ ഓഫറുണ്ട്. ഇപ്പോൾ മണി സി കാപ്പൻ തന്നെ, നാട്ടുകാരനാണല്ലോ, അദ്ദേഹം തന്നെ ചെയ്യാൻ അത് തയ്യാറാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ആലോചിച്ചിട്ടൊരു കിട്ടുന്നില്ല. അതെ, അത്രയും ഹിറ്റായി നിൽക്കുന്ന ഒരു പടം എടുത്ത് ചെയ്യുമ്പോൾ അതിനെ നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അതുകൊണ്ട് ഒരു റീമേക്കിനെ കുറിച്ച് അങ്ങനെ വലിയ, പക്ഷെ ജന്മം കൊടുത്തവർക്ക് വേണം നശിപ്പിക്കാനും അവകാശമുണ്ട്. പക്ഷെ അത് പാടില്ല. എന്താ അറിയോ, മനോരമ നടത്തിയൊരു സർവേയിൽ ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകൾ ഏറ്റവും നല്ല 25 സിനിമകളിലൊന്നാണ് മേലെ പറമ്പ്. അതിനെ ഞാനായിട്ട് ഇല്ലാതാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിന്റെ സെക്കൻഡ് പാർട്ടും ആലോചിക്കുന്നില്ല, അതിന്റെ റീമേക്കും ആലോചിക്കുന്നില്ല. ഇപ്പൊ അതൊരു ഒരു ഭയങ്കര ഇമേജ് ആ പടത്തിന് കിടക്കുന്നത്. അതെ അതെ, അത് ശരിയാണ്. അഭിനയിച്ചിട്ട് ശരിയായില്ല എന്ന് തോന്നിയ കഥാപാത്രം പലതും ഉണ്ട്, പലതും തോന്നാറുണ്ട്. എനിക്ക് തോന്നാറ് അല്ല, അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. അല്ല, എത്ര നടവേ നമുക്കൊരു ഇപ്പൊ നമ്മൾ അഭിനയിക്കുന്ന ചിലപ്പം അത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ രാജസേനൻ തന്നെ ഡയറക്ടറാണ്, 2 പടത്തിൽ അഭിനയിച്ചു. ഇപ്പൊ എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ഷോട്ട് ഡയറക്ടർക്ക് ഓക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് മാനസികമായിട്ട് പറയാൻ പറ്റില്ല, ഓക്കെയാണ് ചോദിക്കുക. അപ്പൊ അത് ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ശരി, എന്നാ ഡയറക്ടർ കണ്ട് പറഞ്ഞതല്ലേ, വിട്ടുകളയും. അങ്ങനെയൊക്കെ തൃപ്തിക്കുറവ് ഒരുപാട് തോന്നാറുണ്ട്. എന്നാലും വളരെ രസകരമായിട്ട് ഇവർ രണ്ടുപേരും ഒന്നിനും മികച്ച ഉത്തരങ്ങൾ പറഞ്ഞ് രസകരമാക്കി തന്നതിന് ഒരുപാട് സന്തോഷം. വീണ്ടും നമുക്കൊരു കാര്യം ചെയ്യാം, പാട്ടിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് റീസെന്റ് ആയിട്ട് നിങ്ങളുടെ ഫാമിലിയെ പറ്റിയൊരു ചെറിയ വിശേഷം, അത് നമുക്കറിയാൻ ഒരു ആഗ്രഹമുണ്ട്. അശോകൻ ചെന്നൈയിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു, ഒരു ഭാര്യയാണെന്ന്. ഭാര്യ 3 മക്കൾ അല്ല, സിനിമയുടെ പേര് ഒരു മകളുണ്ട്. മകള് എത്രയും ഡിഗ്രി തേർഡ് ഇയർ ചെന്നൈ തന്നെ, ചെന്നൈ WCC. മകളെയും ഇതുപോലെ ഒരു സിനിമ കാര്യം കൊത്തിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നൊക്കെ അറിയുന്നു. പക്ഷെ അച്ഛൻ എന്ന നിലയിൽ വിട്ടു കൊടുക്കുമോ ഇല്ലയോ? ഇല്ല, അവർക്ക് അങ്ങനെ താല്പര്യമില്ല. ശരി. ചേട്ടന്റെ കരിയറിൽ തന്നെ ഇത്രയും സിനിമകൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ചേട്ടൻ ആഘോഷിച്ച പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ജനങ്ങൾ പറയുന്ന പടം പെട്ടെന്ന് ചേട്ടൻ മനസ്സിലോട്ട് വരുന്ന ഏതായിരിക്കും? അതെ, ഏറ്റവും കൂടുതൽ എപ്പോഴും നമ്മളൊരു ക്യാരക്ടർ പറഞ്ഞ് വിളിക്കുന്നത് ഈ ഹരിഹരനാഥ് തന്നെയാണ്. ഈ 3 ഹരിഹരൻ, ഇൻ ഹരിഹരനാഥൻ, 2 ഹരിഹരനാഥൻ, ഗോസ്റ്റ് ഹൗസും. പിന്നെ അതുപോലെ തന്നെ വിളിക്കുന്ന പടങ്ങളുണ്ട്, അമരൻ, ഓഫ് കോഴ്സ്. പിന്നെ ഉള്ളടക്കത്തിൽ ഒരു പാട്ട് കേൾക്കണം. നമ്മൾ ഒരിക്കലും മറക്കാനാവാത്ത ആ കഥാപാത്രം പാടി അഭിനയിക്കുന്ന ഒരു പാട്ടുണ്ട്, അത് വളരെ ഹൃദയസ്പർശിയായ ഒരു പാട്ടുണ്ട്. അതിന്റെ 2 വരി കേട്ടിട്ട് ഇനി ബാക്കി പാടിലോട്ട് പോകാം. പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണപൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴയേതോ ഹംസഗീതം പാടി നീലപ്പൂവിതളെങ്ങോ
വല്ലാത്ത വിഷമം ഇല്ലാത്തവരെയും കൂടെ വിഷമിപ്പിച്ച് കളയുന്ന ഒരു പാട്ടാണ്. എനിക്ക് അശോകേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മനസ്സിലിട്ട് അശോകേട്ടൻ്റെ മുഖം വരുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന ഒരു പാട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട നായിക കൂടെ അഭിനയിച്ചവരിൽ എനിക്കൊന്ന് നല്ല പേരായിട്ട് തോന്നി പാർവതി. പ്രത്യേകിച്ച് ആ പാട്ടിന്റെ ഒരു മാജിക് ആണോന്ന് എനിക്കറിയത്തില്ല. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീകളായതുകൊണ്ടൊരു പ്രത്യേകത ഒരു ഭയങ്കര വരികളുടെ ഭംഗി ഒരു ഭയങ്കര രസമായിട്ട്. എനിക്ക് രാജസേന സാറിന്റെ ഒരു പാട്ട് കേൾക്കണം. സാറിന്റെ ഇഷ്ട ചോയ്സിന് വേണ്ടി പിടിക്കുകയാണ്. ഇപ്പം അശോകൻ അഭിനയിച്ച പാട്ടാണല്ലോ പാടിയത്. അപ്പൊ ഞാനും ആദ്യം അഭിനയിച്ച പാട്ടൊന്ന് പാടാം. സന്തോഷം. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലിലുറങ്ങാൻ. ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാം. വൃശ്ചികക്കാറ്റുപോ എന്നെ തലോടിയ പിച്ചകപ്പൂവായി ഉണരാം ഞാൻ കൊച്ചരിപ്രാവായി പറക്കാം. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലിലുറങ്ങാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പെർഫോമൻസ് നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്.
പൊന്നു ചേച്ചി, തലയൊക്കെ നോക്കട്ടെ. കൈ കാണിച്ചേ. കയ്യിലൊന്നും ഒരു കുഴപ്പമില്ല, ദൈവം സഹായിച്ച്. ഇത് ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ഉക്കരം കൈയടി കൊടുക്കണം. റിസ്ക് ആണ്, വിഷമമുണ്ട്, തലയിൽ തീ വരും, ഒരു ആപത്തുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്ത് പറയുന്നു ഇതിനെപ്പറ്റി, എന്ത് തോന്നുന്നു? ഞാൻ ജഡ്ജായിട്ട് പോയ വേറൊരു ചാനലിൻ്റെ ഒരു ഷോയിൽ ഇതിനേക്കാളും ഒക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ പ്രായത്തിലും ചേച്ചി ചുറുചുറുക്കോടെ ഞാൻ എന്തിനും റെഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഓരോ ചേച്ചിമാർ തീയെടുത്ത് തലയിൽ വെക്കണമെന്നല്ല പറയുന്നത്. രാജസ്ഥാൻ സാറിന്റെ വേദിയിൽ ഞാൻ മോഹൻലാലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സാറ് തന്നെ അതിപ്പോ തന്നെ കാണണമല്ലോ, മോഹൻലാലായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറയാം, എന്റെ കയ്യിലിരിക്കുന്നത് ബുൾസൈ ഉണ്ട്, പപ്പടം ഉണ്ട്, നമ്മൾ ചായ ഉണ്ടാക്കി നമുക്ക് ഗ്യാസ് പോലും വേണ്ട. ഒരു വട്ടത്തിലൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ആർക്ക് എവിടെ വെച്ച് വേണമെങ്കിൽ ചായ കുടിക്കാം. ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പപ്പടം കാച്ചാം. നമ്മളൊക്കെ ചെയ്ത ഗ്യാസ് പോകും. ലാലേട്ടനെ ഒന്ന് കാണിച്ച്. മൈക്ക് വേണേ ചേച്ചിക്ക്? വേണ്ട, ആക്ഷൻ മാത്രം കാണിച്ച്. ഞാനൊക്കെ പ്രായമായി ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ, ഒരു മാറ്റം ഉണ്ടാവില്ല. അതെ, നമുക്ക് ദൈവം തന്നെ ചില സ്വഭാവങ്ങളൊന്നും അങ്ങനെ അങ്ങനെ ആരും എന്ത് ചെയ്താലും ഒന്നും മാറ്റാൻ പറ്റില്ല. അതിന് വ്യക്തമായ തെളിവാണ്. പപ്പടം കഴിച്ചോ? ഇന്നസെന്റ് ആണോ? ആ ശരി, നമ്മുടെ പൊന്നോമനെ ഇന്നസെന്റ് ആണെന്ന് എടുക്കാൻ പോ. റെഡി? ആ കണി 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 കാണിക്ക്. കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ? ആ ജയൻ. ജയൻ ജയൻ. ഓ ജയൻ. നീയാണുടാ അലവലാതി ഷാജി. പൊന്നി ചേച്ചി അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും കൂടെ ചേർന്ന് നല്ലൊരു കൈഡി കൊടുത്ത് നമുക്ക് ഇവരെ യാത്രയാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1 പവർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ ക്വിസ് റൗണ്ടിലോട്ട് ഞാൻ നമ്മുടെ അതിഥികളെ കൊണ്ടുപോവുകയാണ്. നേരത്തെ നമ്മൾ ചോദിച്ചത് വെറും ഒരു ക്വസ്റ്റ്യൻ റൗണ്ട്. ഇതാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള ക്വിസ് റൗണ്ട്. അതിനുള്ള പ്രോപ്പർട്ടീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വടിയും പിന്നെ എന്താ പറയുക, ഒരു ബൗളിനകത്ത് കുറച്ച് ഓപ്ഷൻ. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ ഓപ്ഷൻസിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും എടുക്കേണ്ടി വരും. വടി കൂടി തല്ലില്ല ഒരിക്കലും. ഞാൻ വെറുതെ കൈ പിടിക്കത്തുള്ളൂ, ഒരിക്കലും ഞാൻ തല്ലുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ എത്തിച്ചേരുമ്പോൾ ആദ്യം അശോകേട്ടനോടാണ് ചോദിക്കുന്നത്. അശോക ചക്രവർത്തി പാതയോരങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുവാൻ കാരണമെന്ത്? കുസൃതി ചോദ്യമാണ് കേട്ടോ, സീരിയസ് ആയിട്ടുള്ള ചോദ്യമല്ല. അശോക ചക്രവർത്തി, അശോകൻ നടൻ എന്നുള്ളതുകൊണ്ടാണ് ആ പേര് തന്നെ വന്നത്. അശോക ചക്രവർത്തി പാതയോരങ്ങളിൽ, അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? പാതയോരങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുവാൻ കാരണമെന്ത്? ഇല്ല, ഞാൻ വെറുതെ എനിക്കൊരു താളത്തിന് പിടിക്കാൻ വേണ്ടി. കുസൃതി ചോദ്യമാണ്, ആദ്യം ചിന്തിച്ച് തല വഹിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു ഉത്തരം പറയാം. ലൈഫ് ലൈൻ കൊണ്ട് നമുക്ക് ഓർക്കസ്ട്രയിൽ നിന്ന് ഒരാളെ എപ്പോഴും സെലക്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ വേണമെന്നില്ല, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. റോഡിന്റെ നടുവിൽ നട്ടാൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? അത് കലക്കിയെന്നല്ല ചേട്ടൻ, ഇത് ഇനി എടുത്തിട്ട് ചേട്ടൻ ഇത് ചെയ്യുമ്പോഴാണ് അത് കലക്കുന്നത്. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചേട്ടൻ നിഷ്പ്രയാസം ഇവിടെ ചെയ്യും. ഒരു ശോകഗാനം പാടുക. അശോകം എന്ന് പറഞ്ഞാൽ ശോകമില്ലാത്തതാണ്. ഓ ശരി, ഞങ്ങളെ കരയിക്കുക എന്നുള്ളതാണ്. ഓ അങ്ങനെയാണ്. മാനസമൈനേ വരൂ, മധുരം നുള്ളി തരൂ, നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരു ആരെ. മാനസമൈനേ വരൂ, മധുരം നുള്ളി തരൂ, നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരെ ആരെ. മാനസമൈനേ വരൂ. വന്ന ആർട്ടിസ്റ്റുകളെന്നല്ല, മലയാള സിനിമയിൽ കണ്ട പാടുന്ന നടന്മാരിൽ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പാടുന്ന ഒരാളാണ് അശോകേട്ടൻ. നല്ലൊരു കൈയടി കൊടുക്കും. മനോജ് കെ ജയൻ വന്നപ്പോഴും തന്നെയല്ലേ? മനോജേട്ടൻ വന്നില്ല. ബാലേന്ദ്രമേനോൻ വന്നപ്പോഴും വന്നിട്ടില്ല. വേറെ ഏതോ പ്രോഗ്രാമിൽ പറഞ്ഞു. വേറെ പരിപാടി പറയും. അടുത്ത ചോദ്യമാണ്, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാമേ. ഇതിൽ ഏത് പനിയാണ് വൈറസ് പരത്താത്തത്? ഓപ്ഷൻസ് ഉണ്ട്: എലിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി.
ഇപ്പൊ ഏറ്റവും കൂടുതൽ പക്ഷിപ്പനി നമ്മൾ പേടിച്ചിട്ട് ഇപ്പൊ ചിക്കൻ, പിന്നെ വേറെ വേറെ ഐറ്റമാണ് താറാവൊക്കെ നമ്മള് എലിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, പക്ഷിപ്പനി. ഇതിലേത് പനിയാണ് വൈറസ് പരത്താത്തത്? പക്ഷിപ്പനി. കറക്റ്റ് ആൻസർ അല്ല, ഉത്തരം എലിപ്പനി. നമുക്ക് രണ്ടും പരിചയമില്ല. അത് ഒരു കള്ളുകുടിനായി അഭിനയിക്കുക. അഭിനയല്ലോ. ആരാടോ ഈ പെണ്ണുപിള്ള എവിടെ കണ്ടു? ഓ, ഇത് നമ്മളെ അശോകനല്ലേ? നമ്മൾ ഈ കൾച്ചറില്ല ഉണ്ട കണ്ണ് ആണോ? നമുക്കങ്ങ് പോവാം. ഇപ്പൊ ആരിത് ഇയാള്? ഇവിടെ കണ്ടോ? ഹലോ, വായിൽ നാവില്ലേ മനുഷ്യ? കഴുത്തിൽ വിളിച്ച് പുറത്ത് കളണം. അല്ല, വൈഫൊന്നും അല്ല. പിന്നെ വൈഫ് അല്ല പോലും. ഞങ്ങള് വൈഫാണ്. കള്ളുകൂടി സീരിയസ് ആയി. വൈഫ് അല്ല. അടുത്ത ചോദ്യം. ദി കാർ എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തത് ആര്? ആരും ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കരുത്. ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. സിബി മലയിൽ, സത്യനന്ദിക്കാട്, ലോഹിദാസ്, രാജസേനൻ. ഓപ്ഷൻ ഇല്ല. അപ്പൊ പിന്നെ ഇത് ഉറപ്പിച്ചു പറഞ്ഞപ്പോ എന്തിനു ഓപ്ഷൻസ്? ചേട്ടാ കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം. ലൈബ്രറിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അടിച്ചു മാറ്റപ്പെട്ട പുസ്തകം എന്ന റെക്കോർഡ് ഏത് പുസ്തകത്തിനാണ്? ഓപ്ഷൻസ്: ബൈബിൾ, ഹാരി പോട്ടർ, കാമസൂത്ര, ഗിന്നസ് ബുക്ക്. ഹാരി പോട്ടർ. അത് പുസ്തകം വായിക്കുന്ന ആളായി ഇദ്ദേഹം അത് തെറ്റി പറയലെന്ന് എനിക്കറിയാം. നല്ലൊരു കൈഡി കൊടുക്കാൻ വരട്ടെ. ഉത്തരം തെറ്റാണ്. ഉത്തരം ഗിന്നസ് ബുക്ക്. അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. ഇത്തവണ എനിക്കാണല്ലോ പണി. അതെ. ദൈവം ആ പണിഷ്മെന്റിന്റെ ബോക്സിന് തന്നെ അറിയാം ആർക്ക് എവിടെ ആ ബോക്സിലോട്ട് കിട്ടി. ചേട്ടൻ ആഗ്രഹമുണ്ടല്ലേ? പക്ഷെ ടങ് ട്വിസ്റ്റർ അത് നമ്മൾ ആദ്യം ചെയ്ത് എന്നാലും ഞാൻ പറയുക നടക്കത്തില്ല. നോക്കാം. ഇത്തിരി നാണം പെണ്ണിൻ കവിളിന് കുങ്കുമമേകുമ്പോൾ. സ്പീഡിൽ പറയുക. ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ കുങ്കുമേകുമ്പോൾ. ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ കുങ്കുമേകുമ്പോൾ. ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ കുങ്കുമേകുമ്പോൾ. 3 പ്രാവശ്യം തെറ്റിയില്ല. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നല്ലൊരു ഗൈഡ്. ഇനി അടുത്ത ചോദ്യം. ഒട്ടകത്തെ പോലെ കൂടുതൽ കാലം വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ജീവി. ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിലെ പാമ്പുകൾ, തവളകൾ, എലികൾ, പുലികൾ, ജിറാഫുകൾക്കും കഴിയും. കേരളത്തിലെ ഏത് പാമ്പാണ്? ഈ വൈകുന്നേരം ഇഴഞ്ഞു നടക്കുന്ന പാമ്പാണോ? ഒട്ടകത്തെ പോലെ കൂടുതൽ കാലം വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ജീവി. എന്റെ പൊന്നെ, ഇതെങ്കിലും കറക്റ്റ് ആയിട്ടൊന്ന് ഇത് കറക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. എലികളായിരുന്നു അതിന്റെ ഉത്തരം. പണി കിട്ടി. ആഗ്രഹിച്ചു. ബോക്സ് ആഗ്രഹിച്ചു. ഇത് മാത്രമേ തെറ്റിയുള്ളൂ. ബോക്സിനെ നമ്മൾ ആഗ്രഹിച്ച് വിളിക്കാൻ പാടില്ല. ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഞാൻ ഒന്ന് പേടിച്ചു കേട്ടോ. ഇവിടെ വന്നതെങ്ങാനുമാണോ പറയാൻ? ഓർക്കസ്ട്രയിൽ പറഞ്ഞായിരുന്നു. എന്നാലും ഒരു അബദ്ധം. ഒരുപാട് പറയാനുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം. ഇനി നമ്മൾ വേറൊരു ഓപ്ഷനിലോട്ട് പോവുക. ഓർക്കസ്ട്ര ടീമിനോടൊപ്പം ഒരു സമൂഹ ഗാനം പാടുക. അപ്പൊ പിന്നെ ഏകാന്ത ചന്ദ്രിക തന്നെ ആയിക്കോ. യുവജനോത്സവ വേദിയാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്ന ടീമിന്റെ പേരെന്താണ്? എന്തും പാടുന്നവർ എന്നുള്ള ടീമാണ് ഇവര്. ഓക്കെ, തുടങ്ങിയാണ്. റെഡി? 1 2 3. ചെസ് നമ്പർ 110 ബെല്ലോട് കൂടി തുടങ്ങുന്നു. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ.
ഓക്കെ ഓക്കെ. എന്തായാലും അവരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഇത്ര വലിയ നടന്റെ കൂടെ അവർക്ക് പാടാൻ പറ്റില്ല. കഴിഞ്ഞു. ഇനി ഇവിടെയാണ് ചോദ്യം. വിദ്യാഭ്യാസവും വിവരവും ഉണ്ടായിട്ട് വായിൽ നോട്ടം ഒരു തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നവരെ എന്ത് വിളിക്കണം? വായി നോക്കികൾ. പണിയായ ചിന്തിച്ച് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരമായിരുന്നത്. വിദ്യാഭ്യാസമുണ്ട്, വിദ്യാഭ്യാസവും വിവരവും ഉണ്ടായിട്ടും വായ്നോട്ടം ഒരു തൊഴിലായിട്ട് എടുത്തേക്കുന്ന വളരെ സീരിയസ് ആയിട്ടൊരു ചോദ്യമായിരുന്നത്. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് കിട്ടത്തില്ല എനിക്ക്. ഡെന്റിസ്റ്റുകൾ. പേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും എടുത്ത് കാണിക്കുക, അത്രേ ഉള്ളൂ. ഇതേതാ രണ്ട് ചേച്ചിമാരുടെ ഫോട്ടോ? ഒന്ന് മോളും ഒന്ന് വൈഫും. അല്ല ഒന്നുമില്ല കേട്ടോ. ഡ്രൈവിംഗ് ലൈസൻസ്, 1000-ന്റെ കുറെ നോട്ടുകൾ, പിന്നെ വിസിറ്റ് ക്രെഡിറ്റ് കാർഡ് ഇതൊക്കെയാണ്. റേഷൻ കാർഡ് ഇതൊക്കെ തന്നെ. എന്നാലും അദ്ദേഹം അത് ചോദിച്ചാൽ അദ്ദേഹം തരും. ഒരു ഉദാര മനസ്കനാണ് അദ്ദേഹം. 1000 രൂപ നേട്ടാ. 1000-ന്റെ നോട്ട് സിനിമയ്ക്ക് അടിച്ച നോട്ടായിരുന്നു. എനിക്ക് ഉദാര മനസ്കരാന്ന് പറഞ്ഞോണ്ട് അതുകൊണ്ടാണ്. അടുത്ത ചോദ്യം. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിൽ 6 ഭൂഖണ്ഡത്തിന്റെ പേരുകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും എയിലാണ്. സൗത്തും നോർത്തും കൂടാതെ ഏതാണ് 7ാമത്തെ ഭൂഖണ്ഡം? അതെ, ഈ സിനിമയിലോട്ട് അല്ലേ? ക്ലൂ ഉണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത ഒരു സ്ഥലം തന്നെയാണ്, അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. യൂറോപ്പ്. കറക്റ്റ് ആണ്. അടുത്ത ലാസ്റ്റ് ചോദ്യമാണ് ഇവിടുത്തെ. 4 ആനകൾ. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ചോദ്യമാണ്. കോൺസെൻട്രേഷൻ വേണ്ട. എത്ര ശ്രദ്ധിച്ചാലും എനിക്ക് കിട്ടത്തില്ല. 4 ആനകൾ ഒന്നിന് പിറകെ ഒന്നായി പോകുകയായിരുന്നു. 4 ആനകൾ കേട്ടോ. ഒന്നാമത്തെ ആന പറഞ്ഞു എന്റെ പിന്നിൽ 3 ആനയുണ്ട്. രണ്ടാമത്തെ ആന പറഞ്ഞു എന്റെ പിന്നിൽ 2 ആനയുണ്ട്. മൂന്നാമത്തെ ആന കുട്ടിയാന പറഞ്ഞു എന്റെ പിറകിൽ 3 ആനയുണ്ട്. അതെങ്ങനെ പറ്റും? കുട്ടിയാനയ്ക്ക് ചെവി കേൾക്കത്തില്ലായിരുന്നു. ആരായാലും ഞാൻ നമസ്കരിച്ചു. അല്ല അതൊന്നും പറയത്തില്ല. പക്ഷെ അതല്ല അതിന്റെ ഉത്തരം. അതിന്റെ ഉത്തരം ഏകദേശം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എഴുതുതന്നെ പറയണം. അതിന്റെ ഉത്തരം പിള്ളേരല്ലേ, അവര് പലതും പറയും, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അത്രേ ഉള്ളൂ. അതൊരു കുട്ടിയാനെയല്ലേ, നമ്മൾ അവരും 4-5 എണ്ണം പറഞ്ഞ് നമ്മൾ കാരണവന്മാർക്ക് മനസ്സിലാവണ്ടേ? ഓർത്തിരിക്കുന്ന ഒരു ഡയലോഗ് പറയുക. അത് കൊള്ളാം. സിനിമയിൽ അഭിനയിച്ചതോ ആയ ഓർത്തിരിക്കുന്ന ഒരു ഡയലോഗ്. അത് പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടും. മേലെപ്പറമ്പിൽ അൺവീടിലെ വേലക്കാരിയായിരുന്നാലും എം മോഹവല്ലി, അക്ക ചക്ക എന്നൊക്കെ പറഞ്ഞ അമ്പിളിച്ചേട്ടൻ ജഗദീഷ് ശ്രീകുമാർ, തങ്കച്ചി, അത് തന്നെയാണ്. അപ്പൊ അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. ഇനി ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ, തീരുവാണ്. ശരീരത്തില് 95% വെള്ളമുള്ള ജീവി. പാമ്പ്, ചെമ്മീൻ, ജെല്ലി ഫിഷ്, അയ്യപ്പ ബൈജു. പാമ്പ്, ചെമ്മീൻ, ജെല്ലി ഫിഷ്, അയ്യപ്പ ബൈജു. അയ്യപ്പൻ ബൈജു. ജെല്ലി ഫിഷ്. അല്ല, പാമ്പ്, ചെമ്മീൻ, ജെല്ലി ഫിഷ്, അയ്യപ്പ ബൈജു. ഏതാ? അയ്യപ്പ ബൈജു. അതായത് കള്ളുകുടിയനായിട്ട് അഭിനയിക്കുന്ന വെച്ചിട്ട് പറയുന്നത്. അതിന്റെ ഉത്തരം ഏതാ? പാമ്പ്. ഓ, ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞു ജെല്ലി ഫിഷ്. എന്നിട്ട് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ സത്യത്തില്. എന്തായാലും അശോകേട്ടൻ എല്ലാ ഓപ്ഷൻസിലും സഹകരിക്കാൻ റെഡിയായി കേട്ടോ. അദ്ദേഹം റീമിക്കൊപ്പം ഡാൻസ് വേണ്ട, ഒരു ചെറിയ ഒരു 2 പേരും അത്രയും അഭിനയിക്കുന്ന ആൾക്കാരല്ലേ. ഇത്രയും വലിയ നടന്റെയും സംവിധായകന്റെയും കൂടെ ഒരു 2 സ്റ്റെപ്പ് വെക്കാനുപരി ഒരു അഭിനയിക്കാൻ പറ്റിയ വലിയൊരു സന്തോഷമല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞാനൊരു സിറ്റുവേഷൻ പറയാം. പ്രണയിക്കുന്ന 2 പേര്, പക്ഷെ ഇന്ന് ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിലാണ്. അപ്പം ഈ പിന്നെ പ്രണയിനിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇല്ലാത്ത കള്ളങ്ങളൊക്കെ പറയുന്ന കാമുകൻ പ്രണയിനി ഒരു ചെറിയ പരിഭവത്തോടു കൂടി പ്രണയിനിക്ക് ഇഷ്ടമാകും. ഓക്കേ, റെഡി. പരിഭവമാണല്ലേ? ഇപ്പൊ പരിഭവമാണ്. ഓക്കെ. സുന്ദരി 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 നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ
തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി കാരുണ്യമേ നീ വന്നു നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി ഒരു കാര്യം മനസ്സിലായി, പാട്ടില്ലെങ്കിലും ഷോ ഇല്ലെങ്കിലും ജീവിച്ചോളൂ. ഇനി സേന സാറിനോട് എനിക്കൊരു ആഗ്രഹം, ഈ പാട്ട് തന്നെയാണോ വേറെ പാട്ടാ? അഴകുള്ള സൈനബ ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണ് നീ? ഓ സൈനബ അലിവുള്ള സൈനബ അറിയാതെ എന്റെ ജീവനായതെന്തിനാണു നീ? പക്ഷേ ഇത് സൈനബ ഒരു കുതിരയായി പോയി. പ്രോഗ്രാമിന്റെ അവസാന ഘട്ടത്തിലൂടെ നമ്മൾ എത്തിയിരിക്കുന്നു. ക്വിസ് റൗണ്ടിന് ശേഷം അത് ആരാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്ന വിജയം പ്രഖ്യാപിക്കുന്നതിനുള്ള സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു റിമി ടോമിയുടെ ഉള്ളം കൈ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന ഒരവസ്ഥ. സമ്മതിച്ചത് പക്ഷേ എൻജോയ് ചെയ്തോ ഇല്ലയോ? രസമായിരുന്നില്ല? എന്നെ അശോകനെ അങ്ങനെ തന്നെയാണ്, വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി. എല്ലാം മറന്നുപോയി നമ്മൾ, ബാക്കിയല്ല. ഇവിടെ വേറെ ഒരു റിമി ടോമി ലോകം, അതാണ് നമ്മളെ പൊരിച്ചെടുത്തു. അതെ അതെ, ഒരിക്കലും പൊരിച്ചില്ല. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ കുട്ടികളെ ഞാനൊന്ന് കുറച്ചു നേരത്തേക്ക് പുറത്തു കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഇതില് വിജയിച്ചിരിക്കുന്ന ആരാ നമുക്കൊന്ന് അറിയണമല്ലോ. ആരായിരിക്കും ഈ ക്വിസ് റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും തുല്യമാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിസ്റ്റർ പഡ്ലേഴ്സിന്റെ ഒരു ഒന്നാന്തര സമ്മാനം അവരിപ്പൊ തരുമോ പിന്നെ തരുമോ എന്ന് എനിക്കറിയത്തില്ല. അവർ തന്നാ നമുക്ക് കൊണ്ടുപോകും. എനിക്ക് സന്തോഷത്തോടുകൂടി യാത്ര പറയാം അല്ലേ? എന്തായാലും സന്തോഷ വാർത്ത അറിഞ്ഞിരിക്കാൻ മിസ്റ്റർ പഡ്ലേഴ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് സമ്മാനം തരുവാൻ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തായാലും വളരെ രസകരമായ നല്ലൊരു ഞായറാഴ്ചയായിരുന്നു നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം. അടുത്ത ദിവസം പുതിയൊരു ഗസ്റ്റുമായിട്ട് വരും. അതുവരേക്കും നന്ദി നമസ്കാരം പറയുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഒരു തകർപ്പൻ പാട്ട് പാടിക്കൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി നമസ്കാരം. നിന്റെ മിഴിയിൽ നീലോൽപ്പലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, നിൻ കവിളിണയിൽ കനകാംബരം, നീയൊരു നിത്യവസന്തം. നിന്റെ മിഴിയിൽ നീലോൽപ്പലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, നിൻ കവിളിണയിൽ കനകാംബരം, നീയൊരു നിത്യവസന്തം. നിന്റെ മിഴിയിൽ